ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 19. SBIയുടെ ഒളിച്ചുകളി പൊളിച്ച് സുപ്രീം കോടതി. ഇലക്ടറൽ ബോണ്ടുകൾ ആരാണ് വാങ്ങിയതെന്നും ആർക്കാണ് നൽകിയതെന്നും തെളിയിക്കുന്ന സവിശേഷ തിരിച്ചറിയൽ നമ്പറുകൾ കൂടി SBI പുറത്തുവിടണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടതോടെ BJPയും മോദി സർക്കാരും പൂർണ്ണമായി പ്രതിരോധത്തിലാവുകയാണ്. സവിശേഷ നമ്പർ ഉൾപ്പെടെ ഇലക്ടറൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതായി അറിയിച്ചുള്ള സത്യവാങ്മൂലം SBI ചെയർമാൻ വ്യാഴാഴ്ച വൈകിട്ട് 5-നുള്ളിൽ സമർപ്പിക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. മോദി സർക്കാരിനെയും BJPയെയും സംരക്ഷിക്കാൻ SBI നടത്തിയ ഒളിച്ചുകളി കൂടിയാണ് സുപ്രീം കോടതി ഉത്തരവോടെ പൊളിഞ്ഞത്. നിർണായക വിവരങ്ങൾ മറച്ചുപിടിക്കാൻ ശ്രമിച്ച SBIക്ക് കോടതിയുടെ ശാസന ഏറ്റുവാങ്ങേണ്ടിയും വന്നു. കഴിഞ്ഞ 6 വർഷം ഏതെല്ലാം വൻകിട കോർപ്പറേറ്റുകളും കളങ്കിത സ്ഥാപനങ്ങളുമാണ് BJP അടക്കമുള്ള പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ള അവസരമാണ് കോടതി ഉത്തരവിലൂടെ ഒരുങ്ങിയത്. 2018 മാർച്ച് മുതൽ 2024 ഫെബ്രുവരി 15 വരെയുള്ള 16,518 കോടി രൂപയുടെ ഇലക്ടറൽ ബോണ്ടുകളാണ് SBI വിറ്റഴിച്ചത്. എന്നാൽ 2019 ഏപ്രിൽ 12 മുതൽ 2024 ഫെബ്രുവരി 14 വരെ വിറ്റഴിച്ച 12,516 കോടിയുടെ വിവരങ്ങൾ മാത്രമാണ് SBI പുറത്തുവിട്ടത്. 2018 മാർച്ച് മുതൽ 2019 ഏപ്രിൽ 12 വരെയുള്ള 4,002 കോടിയുടെ ബോണ്ട് വിവരങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. കേന്ദ്ര ഏജൻസികളിൽ നിന്ന് രക്ഷ നേടുക, വൻകിട പദ്ധതികൾ നേടിയെടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പല കോർപ്പറേറ്റുകളും കോടിക്കണക്കിന് രൂപയുടെ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ബോണ്ടുകളിലൂടെ സഹസ്ര കോടികൾ ലഭിച്ചതെന്നും വെളിപ്പെട്ടു. ഇനി അറിയാനുള്ളത് ഓരോ വൻകിട കോർപ്പറേറ്റും വാങ്ങിയ ബോണ്ട് കൃത്യമായി ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കൈപ്പറ്റിയതെന്ന വിവരമാണ്. ഓരോ ഇലക്ടറൽ ബോണ്ടിലും SBI രഹസ്യമായി ഉൾച്ചേർത്തിട്ടുള്ള സവിശേഷ തിരിച്ചറിയൽ നമ്പർ പുറത്തു വന്നെങ്കിൽ മാത്രമേ ഇക്കാര്യം അറിയാനാകൂ. സുപ്രീം കോടതി തിങ്കളാഴ്ച പുറപ്പെടുവിച്ച വിധിയോടെ തിരിച്ചറിയൽ നമ്പറുകൾ പുറത്തുവിടാൻ SBI നിർബന്ധിതമായിരിക്കുകയാണ്. BJPയും കോൺഗ്രസുമെല്ലാം ഇലക്ടറൽ ബോണ്ടുകളിലൂടെ കോടികൾ കൈപ്പറ്റിയെങ്കിലും ആരിൽ നിന്നെല്ലാമാണ് സംഭാവന സ്വീകരിച്ചതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ ഘട്ടത്തിലും ഇക്കാര്യം BJPയും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ മറച്ചുവച്ചു. DMK, നാഷണൽ കോൺഫറൻസ് തുടങ്ങി 6 പാർട്ടി മാത്രമാണ് ബോണ്ടുകൾ സംഭാവന ചെയ്തത് ആരെല്ലാമെന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത്. AAP, SP തുടങ്ങിയ 4 പാർട്ടി 2019 വരെയുള്ള ബോണ്ട് ദാതാക്കളുടെ വിവരങ്ങൾ മാത്രം വെളിപ്പെടുത്തി. ഇലക്ടറൽ ബോണ്ടുകളിലൂടെ 7,000 കോടിയോളം നേടിയെടുത്ത BJPയും 1,500 കോടിയോളം കിട്ടിയ കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, BRS തുടങ്ങിയ പാർട്ടികൾ ആരാണ് ദാതാക്കളെന്ന വിവരം ബോധപൂർവം മറച്ചു. ഇലക്ടറൽ ബോണ്ട് സംഭാവനകൾ നേർവഴിക്കല്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒളിച്ചുകളി. രാഷ്ട്രീയ ധാർമ്മികത അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസും BJPയും ഈ ഒളിച്ചുകളി നടത്തുമായിരുന്നില്ല. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 509 കോടി കിട്ടിയതായി DMK സമ്മതിച്ചിട്ടുണ്ട്. മാർട്ടിൻ ബോണ്ടുകളിലൂടെ ആകെ സംഭാവന ചെയ്തിട്ടുള്ളത് 1,368 കോടിയാണ്. DMKയ്ക്ക് നൽകിയ 509 കോടി മാറ്റി നിർത്തിയാൽ ശേഷിക്കുന്ന 859 കോടി മാർട്ടിൻ ഏതെല്ലാം പാർട്ടികൾക്കാണ് കൈമാറിയതെന്ന് വ്യക്തമല്ല. ബംഗാൾ അടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ മാർട്ടിന് ലോട്ടറി വ്യാപാരമുണ്ട്. EDയും ആദായ നികുതി വകുപ്പും പലവട്ടം പിന്നാലെ വന്നതുമാണ്. ഈ സാഹചര്യത്തിൽ മാർട്ടിൻ്റെ സംഭാവന കണക്ക് പുറത്തുവരുന്നത് വലിയ രാഷ്ട്രീയ കോളിളക്കത്തിന് വഴിയൊരുക്കുമെന്ന് തീർച്ച. സവിശേഷ തിരിച്ചറിയൽ നമ്പറുകൾ SBI പുറത്തുവിടുന്നതോടെ BJPക്കും കോൺഗ്രസിനുമെല്ലാം സംഭാവന നൽകിയവരുടെ പട്ടികയിൽ ഏതെല്ലാം കളങ്കിത സ്ഥാപനങ്ങളും വ്യക്തികളും ഉണ്ടെന്നതുകൂടി വെളിപ്പെടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ സഹസ്ര കോടികളുടെ ഇലക്ടറൽ ബോണ്ട് അഴിമതി പൂർണ്ണരൂപത്തിൽ പുറത്തുവരുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഇലക്ടറൽ ബോണ്ട് നഗ്നമായ അഴിമതിയാണെന്ന് ചൂണ്ടിക്കാട്ടി നിയമ രാഷ്ട്രീയ പോരാട്ടത്തിനിറങ്ങിയ CPIMന് അഭിമാനിക്കാവുന്ന വിധി തീർപ്പാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്.